ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KV's ലൈഫ് ആൻഡ് ലെസൺസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് UAE അറിയപ്പെടുന്ന ഒരു ചിത്രകലാധ്യാപകനെയാണ്. നിരവധി കുട്ടികൾക്ക് ചിത്രകല അഭ്യസിപ്പിച്ച് UAE ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു അധ്യാപകൻ, ശ്രീ മോഹൻ പൊൻചിത്ര. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ KV's ലൈഫ് ആൻഡ് ലെസൺസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മോഹൻ സാറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മോഹൻ സാറിനോട് തന്നെ ചോദിച്ചറിയാം, എന്തൊക്കെയാണ് മോഹൻ സാറിന്റെ ലൈഫിലെ എക്സ്പീരിയൻസസ്, എന്തൊക്കെ സ്ട്രഗിൾസ് ഫേസ് ചെയ്തു, എങ്ങനെയൊക്കെ സക്സസ് ആയി, ഏതൊക്കെ ലെവലിൽ സക്സസ് ആയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോഹൻ സാറിനോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് മോഹൻ പൊൻചിത്ര. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ആക്ച്വലി ഞാൻ ജനിച്ചത് കൊയിലാണ്ടി എന്ന സ്ഥലത്താണ്. കൊയിലാണ്ടി എന്ന സ്ഥലത്ത് കുറവങ്കാടിൽ എനിക്ക് 5ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ താമരശ്ശേരിക്ക് താമസമായി. അപ്പോൾ എൻ്റെ അളിയനൊക്കെ അവിടെയാണ്. അപ്പോൾ താമരശ്ശേരി എന്ന സ്ഥലത്ത് വന്നത് എനിക്ക് തന്നെ ഒരു 30 കിലോമീറ്റർ ഉണ്ട് കൊയിലാണ്ടിൽ നിന്ന്. അങ്ങനെ താമരശ്ശേരി, പക്ഷേ എന്നെ താമരശ്ശേരിക്കാരെന്ന് അറിയപ്പെടുന്നത്. കാരണം ഞാൻ 5ാം ക്ലാസ് മുതൽ അവിടെയായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ സെന്റ് മേരീസ് ഹൈസ്കൂളായിരുന്നു വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ. അപ്പം ആ ഒരു ഏരിയയിലാകുമ്പോൾ താമരശ്ശേരിക്കാരെന്നാണ്. പിന്നെ താമരശ്ശേരിയിലാണ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫൈനാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ വിട്ടത് സൗദി അറേബ്യയായിരുന്നു. സൗദി അറേബ്യ എനിക്ക് നല്ലൊരു ടെലിഗ്രാമിൽ വർക്ക് ചെയ്യാൻ പറ്റി. ആ സമയത്താണ് ഞാൻ ഇതേപോലെ ഓയിൽ പെയിന്റ്, അതായത് ഓറിയന്റൽ പെയിന്റിങ്സ്, ഈ രീതികളൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റി. അതിൻ്റെ കളർ കോമ്പിനേഷൻ, അതിൻ്റെ എങ്ങനെയാണോ അത് ചെയ്യേണ്ടത്, ആ രീതികളൊക്കെ. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇതിലൊന്ന് കുറച്ചുകൂടെ എനിക്കിന്ന് മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള ഓറിയന്റൽ പെയിന്റിങ്സ് എന്താണ്, ഓറിയന്റൽ പെയിന്റ് രീതി എന്താണ്, അതിന്റെ കളർ കോമ്പിനേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അപ്പോൾ ആ വ്യക്തിയിലേക്കായിരുന്നു. അയാൾ ഇടയ്ക്ക് ഞാൻ പോകുന്നതിന് ശേഷം മരിച്ചു പോയി. അപ്പം എൻ്റെ കസിൻ ആളുടെ കൂടെയായിരുന്നു. അപ്പം അതിൽ കൂടെ എനിക്ക് കുറച്ച് ഈ ഓറിയന്റൽ പെയിന്റിങ്ങിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഇതേപോലത്തെ രക്ഷകാരുടെ കൂടിയാണ് 2 വർഷം. അവരെടുത്ത് ഈ ഓറിയന്റൽ പെയിന്റിങ്സും ഇന്റീരിയർ മറ്റ് പെയിന്റിങ്സും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റി. അതുകൊണ്ട് വലിയ ആൾക്കാർക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് പെയിന്റ്സ് എനിക്കൊരു താല്പര്യമുണ്ട്. നമ്മൾ ഓറിയന്റൽ പെയിന്റിങ്സിനെ പറ്റി, അറേബ്യൻ പെയിന്റിങ്സിനെ പറ്റി ഒരു എക്സിബിഷൻ ചെയ്യണമെന്നുള്ളത് താല്പര്യമുണ്ട്. കുറെ ആൾക്കാരെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ ഈ കോവിഡ് ആയതുകൊണ്ട് ഇപ്പൊ തൽക്കാല ക്ലാസ്സുകൾ നിർത്തി വെച്ചിരിക്കും. തുടങ്ങണം. 20 വർഷമായി UAE വന്നു. UAE വന്ന സമയത്ത് നിന്നാണ് ഞാനിവിടെ ശരിക്കും ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് വന്നത്. അപ്പൊ ഗ്രാഫിക് ഡിസൈനർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്ന് നല്ലൊരു സ്കോപ്പ് ഉള്ള സമയം. അപ്പൊ ആ ഒരു സമയത്താണ് എന്നോടെല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഈ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ചെയ്താലും പക്ഷേ നിങ്ങൾ അതിലേക്ക് വരും എന്നൊക്കെ എന്നെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു. ആ സമയത്ത് അധികം ആൾക്കൊന്നും ഒന്നുമില്ല ഇവിടെ. അപ്പം അങ്ങനെ ഞാൻ കുറെ 1 man ഷോ എക്സിബിഷൻ ചെയ്തു. അങ്ങനെ ഇന്ത്യൻ എംബസിൽ ആദ്യം ചിലപ്പോൾ ഞാൻ ആയിരിക്കും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ എംബസിയിൽ 1 man ഷോ എക്സിബിഷൻ ചെയ്തു. ആ സമയത്ത് എന്നോട് ഇവിടെ സിൽവർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷിനെ ചോദിച്ചു, മാഷ് നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റും, നമുക്ക് അവിടെ കുറേ കുട്ടികളുണ്ട്, നമുക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുന്ന സാറിന് കുറച്ചുകൂടെ കിട്ടുക. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ സിൽവർ അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അങ്ങനെ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എക്സിബിഷനും കുറേ കുട്ടികളൊക്കെ വിളിച്ചു തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇതേപോലെ 2 വർഷം എൻ്റെ കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പോകുന്നു, എനിക്ക് ഇവിടെ പറ്റില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ വീട്ടിൽ പോയിട്ട് വേണ്ട അവിടെ കറാമല വിളിച്ചിട്ട് തുടങ്ങി. അപ്പോൾ അവൻ എന്നെ അങ്ങോട്ട് വിളിച്ചു. അവിടെ വിളിച്ച് ആ സമയത്താണ് ഞാനിവിടെ GCCയിലെ ഏറ്റവും എനിക്ക് പുറത്തൊരു 100 കുട്ടികളുണ്ട്. അപ്പം അവർ എല്ലാവരുടെയും പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കത് എക്സിബിഷൻ ചെയ്യണം സാർ. അങ്ങനെ പറഞ്ഞ് ഞാനത് എക്സിബിഷൻ ചെയ്യാൻ ഒരിക്കലും എനിക്ക് തോന്നി ഇത്രയും വലിയൊരു എക്സിബിഷൻ അങ്ങനെ ചെയ്യുന്നുള്ളതായിരുന്നു ആദ്യത്തെ വർഷം. കാരണം ഒരു വലിയ ഹോള് കിട്ടണം. അപ്പോൾ അത് എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇവിടെ, അധികം ആൾക്കാരായിട്ട് പരിചയമില്ല. പക്ഷെ എന്തോ ഭാഗത്ത് എൻ്റെ പേരൻസ് എല്ലാവരും എന്നെ നന്നായിട്ട് സഹകരിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് 2014 ഞാൻ GCCയിലായിട്ട് ഒരു എക്സിബിഷൻ.
I am Mohan Ponchitra, Director, Chief Tutor at Art Club Fine Arts, Dubai. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് GCCയിലെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ എക്സിബിഷൻ. അടുത്ത ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ മുന്നോടിയായിട്ട് കൂടിയാണ് ഞാൻ ഈ എക്സിബിഷനിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പെയിൻറ്റിങ്സിൻ്റെ എല്ലാ രീതിയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അബ്സ്ട്രാക്റ്റ് ഉണ്ട്, മോഡേൺ ആർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഓറിയൻ്റൽ പെയിൻറ്റിങ്സ് ഉണ്ട്, റിയലിസം ഉണ്ട്, സബ് റിയലിസം ഉണ്ട്, ഫേവിസം ഉണ്ട്, ഇംപ്രഷനിസം ഉണ്ട്. എല്ലാ രീതികളും കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ആ രീതിയിൽ തന്നെയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റും ഒരുപാട് ലേഡീസ് മ്യൂറൽ പെയിൻറ്റിൻ്റെ ഒരുപാട് ലേഡീസുകളുണ്ട്. അതിപ്പോൾ ടോട്ടലി എനിക്ക് 120 കുട്ടികളിൽ 700-ൽ പരം ചിത്രങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പങ്കെടുത്തിട്ടുള്ള എല്ലാ എൻ്റെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പേരൻസിനും എൻ്റെ വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്കിന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാണാൻ പറ്റിയത് ഒരുപാട് കുട്ടികളുടെ, അതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയുള്ള നിലവാരത്തിലുള്ള ഒരു ചിത്ര പ്രദർശനം. അതിന് മോഹനമാഷ അതിയായിട്ട് ആശംസിക്കുകയാണ്. UXൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു പരിപാടിയിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. മാസ്റ്റർ റിയൽ ടാലൻ്റ് എന്താണെന്ന് ഇത്രയും കുട്ടികളുടെ കുരുന്നുകുട്ടികളൊക്കെ സംഘടിപ്പിച്ച് ഇത്രയും നന്നായിട്ട് അവരുടെ അകത്തുള്ള ടാലൻറ്റ് മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പെയിൻറ്റിങ്ങിലായാലും ഏത് മേഖലകളിലായാലും. അപ്പോൾ വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ മുതൽ ഒക്കെ എല്ലാ ആളുകളെയും വളരെ നല്ല രീതിയിൽ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം ഇന്നത്തെ കാലത്ത്. ഇതൊരു ഡിവൈൻ ആർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡിവൈൻ ആർട്ടിനെ വളരെ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാൻ മാഷ്ക്ക് സാധിച്ചിട്ടുണ്ട്. Hi, my name is Neola Jerica Castellino and I'm studying in Avron English High School, Sharjah in grade 8. My 5 paintings are displayed in the UAE's largest exhibition. I've been a part of Art Kala for 2 years. I have learned shading and painting from my art sir Mohan, and he has always been there behind me to correct all my mistakes, and I really like being a part of Art Kala. Thank you. Hi, my name is Navya. I'm from GEMS Arun English High School, Dubai, studying in 10th grade. I've been studying art since past 6 years under Mohan sir, and these are my paintings, and I love doing oil paint because it gives me relief. Recently, I had participated in the Abu Dhabi inter-school competition and we won the overall trophy. Hi, I'm Dr. Priyusha and this is my painting. Actually, I had done my own portrait and this is the first time I'm learning painting under a guru and this is my first work. I'm Divyashri Suresh Babu and I'm studying in grade 8 in Delhi Private School, Sharjah. I have done 3 acrylic paintings. One is of Lord Ganapati and one is scenery and one is my gift to my mother, the mother and child painting. According to me, art is like a tree.
in which there are different leaves and which represents the different students and their talents. No person is the same, every individual is unique, and after some time we all will bud into beautiful flowers, and that is all we artists will grow one day and become great artists. And I really like painting. I'm very thankful to my art teacher Mohan sir and my parents for believing in my talent in art and sending me to art class. I really hope that one day I will do very well in art and become a great artist. ആ എക്സിബിഷൻ ചെയ്ത സമയത്ത് നമ്മൾ മാമാകത്തിൻ്റെ പ്രൊഡ്യൂസർ ഗവേണോടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടിയോട് പഠിച്ചത്. അപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ചതിനോടൊന്ന് മാഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുണ്ടായി, അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കാരണം അത് വലിയ എമൗണ്ടൊക്കെ വലുതാണ്. പക്ഷേ എമൗണ്ട് ഞാൻ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അതിൽ സ്ട്രൈക്ക് ചെയ്ത് എന്താ ചെയ്യേണ്ടതല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് കുഴപ്പമില്ല, ചെയ്യണം. അങ്ങനെ ആ ഹ്യൂജ് എമൗണ്ടായിട്ടുള്ള എമൗണ്ട് അദ്ദേഹം എനിക്ക് തരികയും ഞാൻ 2016 ഇവിടെ ആർട്ട് ഫൈൻ ആർട്സ് എന്ന സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. 2014 ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 2017 ഞാൻ വീണ്ടും ഒരു GCCയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ചെയ്തു. അത് വലിയൊരു എക്സിബിഷൻ ആയിരുന്നു. ശരി ഗിന്നസ് വേൾഡ് റെക്കോർഡായിരുന്നു. അപ്പോൾ ചെയ്യാൻ നടന്നുപോയി ആ സമയത്ത്, കാരണം തിരക്കിലായതുകൊണ്ട് നടന്നില്ല. വീണ്ടും 2019 ഞങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്ലാൻ ചെയ്തു, കുട്ടികളൊക്കെ സംഘടിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും നീക്കി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന 2020 കൊറോണ വന്നു. അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. എന്നാലും ഇപ്പോൾ ഇവിടെ കുട്ടികൾ കുറവൊന്നുമില്ല. എന്നാലും എക്സിബിഷനിലെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. വീണ്ടും ഇപ്പം ഈ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എക്സിബിഷൻ എന്തായാലും ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ പ്ലാനിങ് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കാണ്. പ്രത്യേകിച്ച് ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എത്രയോ റെക്കോർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്കും ഒരു വലിയ ഗിന്നസ് തീർച്ചയായിട്ടും അതെ അതെ. നമുക്ക് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് എനിക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷങ്ങളും നമുക്ക് സൗകര്യങ്ങൾ തരുന്നൊരു രാഷ്ട്രമാണ് UAE. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം. എല്ലാവരും സഹകരണമുണ്ട്. കാരണം ഇന്നത്തെ പേരൻസ് എല്ലാവരും നല്ല സഹകരണമാണ്. ഇപ്പോഴും ആ പേരൻസ് തന്നെ ഇപ്പോഴും ഉണ്ട്. 6-7 വർഷം മുതലുള്ള പേരൻസൊക്കെ ഇപ്പോഴും നമ്മളായിട്ടുള്ള കോൺടാക്ട് ചില കുട്ടികളെ അയക്കാറുണ്ട്. കുട്ടികളൊക്കെ വലുതേ എന്നാലും അങ്ങനെ ഏകദേശം എത്ര കുട്ടികൾ സാറിനായിട്ടുള്ള പഠിച്ചിട്ടുണ്ടാവും? ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 600-700 കുട്ടികളൊക്കെ പഠിച്ചു. എൻ്റെ 2 മക്കൾ അതെ സാറിന് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആർട്ട് എന്ന് പറയുമ്പോൾ എല്ലാതരം ആർട്ടുകളും ചെയ്തിട്ടല്ലേ? ഓയിൽ പെയിന്റ്, പിന്നെ ആർട്ടിന്റെ എല്ലാ ഇതിപ്പോ നമ്മളിപ്പോൾ തുടങ്ങുന്ന ഇവിടെ ഫൈൻ ആർട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇവിടെ കുട്ടികളെ ബേസിക് ആയിട്ട് ആദ്യം പഠിക്കും. ഏതൊരു കുട്ടിയെ അവർക്ക് നമുക്ക് അറിയാം കുട്ടികളുടെ എന്താണ് സ്പാർക്ക്. അവർ ചെറിയൊരു പാട്ടിനെ നമ്മളത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ബേസിക് ഡ്രോയിങ് കൊടുക്കുന്നു, പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡ്രോയിങ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വാട്ടർ കളർ പെൻസിൽ കൊണ്ട് ചെയ്യുന്നു, പിന്നെ 2 വാട്ടർ, പിന്നെ വാട്ടർ കളർ,
അക്രലിക് പെയിന്റ്, ഓയിൽ പെയിന്റ്, മ്യൂറൽ പെയിന്റ് എല്ലാം ഇതാണ് പഠിക്കുന്നത്. ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാം അപ്പൊ ചില കുട്ടികള് പിന്നെ പറയാറുണ്ട് ഇങ്ങനെ എനിക്ക് വാട്ടർ കളറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഓയിൽ പെയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ അങ്ങനെ പറയാറുണ്ടോ? അല്ല വന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസും പറഞ്ഞ കറക്റ്റാണ്. കാരണം നിങ്ങൾ പറഞ്ഞ അത്രയും കറക്റ്റാണ്. കാരണം പല പാരൻസിനും അറിയില്ല കുട്ടികൾക്ക് എന്താണ് വേണ്ടത്. കാരണം അവർക്ക് അവർ ചിലപ്പം ഇൻസ്പയർ ആയിരിക്കുന്നത് കാരണം ചിലപ്പോൾ എന്തായിരിക്കാം വാട്ടർ കളർ ആയിരിക്കാം, ചിലപ്പോൾ അക്രാലിക് പെയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ചില കുട്ടികൾ വന്നിട്ട് ഭക്ഷണം ചോദിക്കുന്നത് ഓയിൽ പെയിന്റ് പഠിക്കാൻ പറ്റും. വരയ്ക്കാനുള്ള കുട്ടികളാണ്, പക്ഷെ അവരുടെ ഇഷ്ടങ്ങളാണ് അതൊക്കെ. പക്ഷെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബേസിക്കായിട്ട് നോക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കാം. അത് ചില കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു 3 മാസം 4 മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി കുട്ടികളാണ്. അധികം കുട്ടികൾ അപ്പം അവരൊക്കെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആകുമ്പോൾ നമ്മൾ എക്സിബിഷനിലേക്ക് ഇടും. അങ്ങനെ അവർക്ക് 5 പെയിന്റ്സ് ചെയ്യും. അത് ചിലപ്പോൾ വാട്ടർ കളർ കുറവാണ് ചെയ്യുന്ന കുട്ടികൾ, പക്ഷെ അധികം അക്രലിക്കും ഓയിൽ പെയിന്റാണ് ചെയ്യുന്നത്. മ്യൂറൽ പെയിന്റിംഗ് ക്ലാസ് മ്യൂറൽ പെയിന്റിംഗ് ക്ലാസ് എനിക്ക് തോന്നുന്നു ഇതിനെ കുറച്ച് മുന്നേ കൊറോണയുടെ മുന്നേ എനിക്ക് തോന്നുന്നു 10-26 പേര് മ്യൂറൽ പെയിന്റ് മാത്രമേ. ആ സമയത്ത് എൻ്റെ വൈഫും ഞാൻ പിടിച്ച് ആദ്യം അവർക്ക് നല്ല കഴിവുള്ളതാണ്. പക്ഷെ പിന്നെ ഞാൻ കുറെ നിർബന്ധിച്ച ശേഷം വീണ്ടും മ്യൂറൽ പെയിന്റ് തുടങ്ങി. ആ മ്യൂറൽ പെയിന്റ് പൂർത്തിയാക്കില്ല. ഇവിടെ 4 കൊല്ലം മുന്നിലുള്ള സംഭവം, 3 കൊല്ലം മുന്നിലുള്ള സംഭവം. എന്നിട്ട് അത് ചുരുട്ടി വീണ്ടും നാട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ചെയ്യാൻ പറഞ്ഞു. തിരിച്ച് അവിടെ ചെയ്തില്ല, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വീണ്ടും കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതിന് ശേഷം പെട്ടെന്നില്ല, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. കാരണം ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മുമ്പ് ആദ്യം കുറച്ചൊക്കെ ഇരുന്നുണ്ടായി. പക്ഷെ ഇപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാറില്ല, കൂടുതൽ സ്വന്തമായിട്ട് ചെയ്യുന്നു. അടുത്ത് നല്ലൊരു മ്യൂറൽ ചെയ്തു. നല്ല മ്യൂറൽ ചെയ്തത് 1.5 മീറ്റർ ഉണ്ടാകും. 1.5 മീറ്റർ വലിയ പെയിന്റിങ്സ് ആണ്. ഇപ്പം പുതുതായിട്ട് അത് കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് വേണമെന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മ്യൂറൽ പെയിന്റ് ഞാൻ ലേഡീസിനോട് ഞങ്ങൾ ഇപ്പം നിർത്തിയുള്ള ആൾക്കാരൊക്കെ വരാൻ പറയും. പക്ഷെ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് അവർക്ക് ചില പേടിച്ചിട്ടാണ്. മ്യൂറൽ പെയിന്റിങ്ങിനും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഡിമാൻഡ് കൂടുതലുള്ളത് മ്യൂറൽ ടൈപ്പ് ഓഫ് പെയിന്റിങ്സ്. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് തോന്നുന്ന പെയിന്റിങ്സിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം വലിയൊരു വീടുകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇന്ത്യയുടെ അവിടെയായി, പിന്നെ ആർക്കിടെക്ചർമാരൊക്കെ വന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ഇതായതിനു ശേഷം ഇപ്പം പെയിന്റിങ്സ് വാങ്ങാനൊക്കെ അപ്പം 1 ലക്ഷം കൊടുത്തിട്ടും 2 ലക്ഷം കൊടുത്തിട്ടും 3 ലക്ഷം കൊടുത്തിട്ടും പെയിന്റിങ്സ് വാങ്ങും. മ്യൂറലൊക്കെ വെച്ചാൽ 1 ലാഖ് രൂപ തൊട്ടിട്ടാണ് അധികം ഉണ്ടാകുന്നത് നാട്ടിലൊക്കെ. അപ്പം അങ്ങനെ വാങ്ങാനുള്ള ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ഈ ആർട്ടിനെ കുറച്ചുകൂടി സാധ്യതകൾ വന്നിട്ടുണ്ടെന്നാണ്. അതേപോലെ ഈ പിന്നെ എന്താ വീട്ടിലിരിക്കുന്നവരെ സ്ത്രീകൾക്ക് മ്യൂറൽ പെയിന്റിങ്ങിനോട് കുറച്ചുകൂടി അട്രാക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? അത് വേറൊരു ടൈപ്പാണ്. കാരണം മ്യൂറൽ പെയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയല്ല, കൈക്ക് ഇച്ചിരി ഫ്ലോർ ഉള്ള ആളാണോ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മുഴുവൻ ലൈൻസ് ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പൊ ലൈൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈക്ക് ഒരു ഫ്ലോർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവം മ്യൂറൽ പെയിന്റ് പെട്ടെന്ന് കഴിയും. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ ഈ വസ്ത്രങ്ങളില് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അത് ഇവിടെ മ്യൂറൽ പോലെ തന്നെയാണ് നമുക്കത് ഫാബ്രിക് പെയിന്റിങ്, നമ്മൾ വസ്ത്രങ്ങളെ സാരി ഡിസൈനിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ചില ആൾക്കാർക്കൊക്കെ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടറോട് ചെയ്ത് പോയിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പൊ ഇതിന്റെ
ഡിസൈൻ തന്നെയാണ് രണ്ടുപേരും ഉണ്ടോന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അടുത്ത്. പിന്നെ നിങ്ങള് ഈ ഒരു ആർട്ടിന്റെ ഫീൽഡിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഫോട്ടോഗ്രാഫിയുടെ ഫീൽഡിൽ ഞാൻ അതായത് ഞാൻ പറയാം, എനിക്ക് അതാണ് മോഹൻ പൊഞ്ചിത്ര എന്ന് പറഞ്ഞത്. പൊഞ്ചിത്ര എന്ന സ്റ്റുഡിയോ മോർ ദാൻ 31 years. ഞാൻ അതായത് 10th പഠിക്കുമ്പോൾ സ്റ്റുഡിയോ ആ സമയത്ത് തൊട്ടിട്ട് ഞാൻ ആ സമയത്ത് നാട്ടിൽ എനിക്ക് തോന്നുന്നു 10-18-20 വർഷം ഞാൻ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ വീഡിയോഗ്രാഫി പോകുന്നത് ഞാനായിരുന്നു കല്യാണ പരിപാടികളിലൊക്കെ. അപ്പം അത് പൊഞ്ചിത്ര സ്റ്റുഡിയോ ഇപ്പോഴും അവിടെ സ്റ്റുഡിയോ വേറെ ആളാണുള്ളത്. അപ്പം ഫോട്ടോഗ്രാഫി ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഫാഷൻ ഫോട്ടോഗ്രാഫി, പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങി. പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം ഞാൻ ചെയ്തു. പിന്നെ ഇപ്പൊ ഈ തിരക്കിലായതുകൊണ്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇപ്പം ക്ലാസ് എടുക്കാനിപ്പം ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും അധികം ആൾക്കാർ അതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സംഭവം ഞാൻ അവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത. പിന്നെ നിങ്ങളെ കലാകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ല, എനിക്ക് ഇന്ന സ്റ്റേജിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റൈലിലേക്ക് എത്തിപ്പെടണം എന്നാണ്. അങ്ങനെയുള്ള എന്ത് തോട്ടാണ് നിങ്ങൾ മൈൻഡിൽ? ഓക്കെ, ഒന്ന് അതിനെ ഗിന്നസ് ബുക്കിലേക്കുള്ള ഒരു എക്സിബിഷൻ ദുബായിൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാട്ടിൽ സെറ്റപ്പ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫുൾ ഫ്ലഡ്ജുള്ള നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്? അല്ല, ചോദിച്ചാൽ നല്ല ചോദ്യം. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. കാരണം നാട്ടിൽ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം ആഗ്രഹം. അപ്പോൾ നമ്മളൊരു ഒരുപാട് ഫ്രണ്ടുകളൊക്കെ നമുക്ക് നമ്മളൊപ്പം ഏഷ്യാനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഞങ്ങൾ എന്ത് സപ്പോർട്ട് വേണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരാണെങ്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ തുടങ്ങണം. ഇവിടെ പോയി കുറേ പാരൻസ് ഉണ്ട്, അവരെന്നെ വിളിച്ചിട്ട് പറയും സാറ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തൃശ്ശൂരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടു പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുറേ കുട്ടികളുണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്ന് ഒരു എക്സിബിഷനിങ് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എല്ലാവരും പങ്കെടുപ്പിക്കാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഇപ്പൊ നാട്ടിലിപ്പോ പുതുതായിട്ട് ഒന്ന് തുടങ്ങിയിട്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇവിടെയുള്ള ക്ലയൻസ് ഒക്കെ എന്ന് പറയുന്ന നാട്ടില് പല സ്ഥലങ്ങളിലായിരിക്കും. നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാം ഉഷാറായിട്ട് വരട്ടെ. ഇപ്പൊ നിങ്ങള് 20 വർഷത്തോളമായി UAE താമസിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഈ UAE ലൈഫിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കരിയർ വൈസും നിങ്ങളുടെ ലൈഫ് വൈസും ആയിട്ട് എന്താണ് UAE ലൈഫിനെ പറ്റി? UAE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാൻ മുന്നേ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സാധ്യത ഒരു സ്ഥലമാണ്. നാട്ടിലൊക്കെ ഏറ്റവും സാധ്യതയുള്ള സ്ഥലം ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെയാണ്. കാരണം നമുക്ക് എക്സിബിഷൻ ചെയ്യാം, അതുപോലെ തന്നെ മറ്റ് ഹെൽപ്പുകൾക്ക്, പിന്നെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ നമ്മുടെ നിയമത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഏത് ബിസിനസ് ഇവിടെ നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സ്ഥലമാണ് UAE. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ പോകാൻ എനിക്ക് തോന്നാറില്ല സത്യം. ഞാൻ നാട്ടിലേക്ക് പോകാൻ 10 വർഷമായി നാട്ടിലേക്ക് പോകാൻ വിചാരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം ദുബായിയാണ്. അത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് ദുബായ്. അപ്പൊ നമുക്ക് വേറൊരു കൺട്രിയിലാണ് താമസിക്കുന്ന ഒരു ഫീലിംഗ് വരാറില്ല, അല്ലെ? ഇല്ല, നമ്മൾ അങ്ങനെ ചിന്താഗതി നമുക്ക് വരാറില്ല. നമുക്കിവിടെ നമ്മുടെ നാട്ടിനെക്കാളും പഠിക്കണം. നമുക്ക് നമ്മളിവിടെ നിയമത്തിനനുസരിച്ച് നിയമത്തിലൊന്നും പാലിക്കണമല്ലോ. നമ്മൾ പലപ്പോഴും നിയമം പാലിക്കാതെ പല വർഷങ്ങളും നിയമം പാലിപ്പിച്ച് പോയി കഴിഞ്ഞാൽ UAE നല്ല സ്ഥലമില്ലെന്ന് ഞാൻ പറയും. പിന്നെ ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിനായാലും മറ്റേ വേറെ എന്തെങ്കിലും ആഘോഷങ്ങളുടെ കാര്യത്തിലായാലും ഒന്നുമില്ല, പ്രശ്നമില്ല. കാരണം ഇവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒരുപോലെ തന്നെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു രാജ്യം. അത് വളരെ സന്തോഷമാണ് ഇവിടെ ജീവിക്കുന്നത്, അല്ലെ? എല്ലാവരും എല്ലാവരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രശ്നമാണ്. നമ്മുടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രാഷ്ട്രമാണ്. അത് നമുക്ക് ഇവിടുത്തെ എന്താ പറയുക റൂളേഴ്സിന്റെ ഒരു പ്രിവിലേജ് കൂടിയാണ്. സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ തന്നെ കോവിഡിന്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ വാക്സിൻ ഫ്രീ ആയിട്ട് ടൈംലി നമുക്ക് എടുക്കാൻ പറ്റി. നമ്മളെ വിളിച്ചിട്ട് വാക്സിൻ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒരു വാക്സിൻ എടുത്തിട്ട് പോകുന്നു പറഞ്ഞല്ലോ പറഞ്ഞത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വാക്സിന്റെ വില 50% അത് നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും വലിയൊരു കൺട്രിയാണ്.
നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? പിന്നെ സാറ് വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധമായിട്ട്? അല്ല, ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇപ്പം ഇവിടെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ബെയ്ത്തൽ പറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രീ ആർട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് അവിടെ. അതെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന മുമ്പ് വേറൊരു ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇട്ടിട്ട് പല ആൾക്കാർക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്നുള്ള കാര്യം അറിയാൻ സാധ്യതയില്ല. ഞങ്ങളിപ്പം ആദ്യം നമ്മുടെ അൽനാദയില് അൽ മുർജാൻ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചും കൂടെ നീക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഡമാസ്കസ് സ്ട്രീറ്റില് അൽ ഡമാസ്കസ് അതായത് മിൻഷോ ലെവലുണ്ട് അൽ നസറിയ ബിൽഡിംഗില് നമ്മൾ 216ലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ കോവിഡ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ് പിന്നെ എന്നാലും ഇപ്പം കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ ക്ലാസ്സിൽ പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ കുട്ടികൾ വരുന്നു. ഇപ്പൊ കുറെ കുട്ടികൾ വന്നു, ചിലപ്പോൾ 1 വർഷം പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 2 വർഷം പഠിച്ചു, ചിലപ്പോൾ 3 വർഷം പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിൽ പഠിച്ചു. ചില കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു വിട്ടതിന് ശേഷം അത് ഷെൽഫ് ചെയ്തു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. പിന്നെ ചില കുട്ടികൾ കുറച്ചുകൂടി അത് മുമ്പോട്ട് കൊണ്ടുവന്നു. ചില ആൾക്കാർ ചില ലൈഫ് സ്ട്രഗിൾ കൊണ്ട് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജ് എന്താണ്? അല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന കുട്ടികളോട് ഞാൻ എന്തെങ്കിലും വരച്ചോണ്ടിരിക്കും. ഇൻ കേസ് ഇല്ല, ഞാനാണെങ്കിൽ ഞാനുള്ള സ്കെച്ചിട്ടാണെങ്കിൽ ഞാൻ അയച്ചാൽ, അല്ലെങ്കിൽ ഞാൻ സ്കെച്ചിട്ടുള്ളതായിട്ടുള്ള പേസ് ഞാൻ അയച്ചാൽ, നിങ്ങൾ സ്കെച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം 20 മിനിറ്റോ 25 മിനിറ്റോ ഒരു പിക്ചർ എടുത്തിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ പാട്ട് പഠിക്കുകയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും ദിവസം സാധനം ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രാക്ടീസ് ചെയ്യണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാൻ പറയാനുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ അവിടെ പോയിട്ടുള്ള ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോയി കുറേ കുട്ടികൾ അവരുടെ കൂടെ വന്നിട്ടാണ് പോയത്. ഞാൻ പോകുന്ന പോക്കി ഞാൻ 2-3 സ്കെച്ച് ഇട്ടതും അല്ലാത്ത ക്യാൻവാസൊക്കെ കൊടുത്തയച്ചത്. കാരണം അവിടെ ഞാനിപ്പോൾ പറയാനുള്ള നിങ്ങൾ ഈ കലാകാരികളായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള കുട്ടികളോട് ഞാൻ പറയാറ്, നിങ്ങൾ ഈ കല നിർത്തരുത്. കാരണം ഇത് കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ അയക്കാൻ പറയും. വാട്സപ്പിൽ അയച്ചിട്ട് ഞാൻ എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുള്ളൂ. അതാണ് ചെയ്യാം. ഇല്ല, 7 വർഷം 8 വർഷമായ കുട്ടികളൊക്കെ എന്നെ ഇപ്പോഴും പറ്റില്ല. ഇപ്പോൾ റോയൽ പെയിന്റ് ചെയ്യുന്നത് അത് ഞാൻ ഈ വാട്ടർ കളറിന് പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ അക്രാലിക് തുടങ്ങിയിട്ട് ഇപ്പം ഓയിൽ പെയിന്റ് ആണ്. ഓയിൽ പെയിന്റൊക്കെ അതൊക്കെ തന്നെ എൻ്റെ സ്റ്റുഡൻസ് ചെയ്ത പെയിന്റ്സ് ആണ്. അതെ, രാജേഷ്. ഓരോ കാര്യങ്ങളും ഇനിയും ചെയ്യാനുള്ളൂ. ഇതുപോലെ കുറെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ സാറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലും അനവധി കുട്ടികളെ ട്രെയിൻ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ടാലന്റിനെ ഫുൾ സ്വിങ്ങിൽ പുറത്തു കൊണ്ടുവരുവാനും സാറിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ KV's ലൈഫ് ആൻഡ് ലെസൺ എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് താങ്ക് യു. KV's ലൈഫ് ആൻഡ് ലെസൺ എനിക്ക് വേണ്ടി ഇങ്ങനെ ഇന്റർവ്യൂ വരുത്തി തന്നിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്.